നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് സബ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ജിയും എച്ചും രണ്ട് ഗ്രാഫാണെന്ന് വിചാരിക്കുക. ദെൻ ദേ ആർ കോൾഡ് സബ് ഗ്രാഫ്സ് ഇഫ് ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആൻഡ് എഡ്ജ് സെറ്റ് ഓഫ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എഡ്ജ് സെറ്റ് ഓഫ് ജി. അതായത് ജി എന്ന് പറയുന്ന ഗ്രാഫിലെ കുറച്ച് വെർട്ടീസസ് എച്ചിലുണ്ടെങ്കിൽ, അതായത് എച്ചിലുള്ള വെർട്ടീസസ് ജിയുടെ സബ്സെറ്റ് ആണെങ്കിൽ, എച്ചിലുള്ള എഡ്ജസ് ജിയുടെ എഡ്ജസിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. അങ്ങനെയാണ് സബ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ജി ആണ് മെയിൻ ഗ്രാഫ് എന്ന് വിചാരിക്കുക. അതിലുള്ള ചില വെർട്ടീസസ് എച്ചിലുണ്ട്, ചില എഡ്ജസും എച്ചിലുണ്ടെങ്കിൽ എച്ച് ജിൻ്റെ എന്താണ്, സബ് ഗ്രാഫാണ്. അതിനൊരു എക്സാമ്പിളാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ജി എന്ന് പറഞ്ഞ ഗ്രാഫിലെ 4 വെർട്ടീസസ് V1, V2, V4, V5 അതിന് കറസ്പോണ്ടിങ് ആയുള്ള എഡ്ജസും വെച്ചിട്ടാണ് H1 എന്ന് പറഞ്ഞ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. മുഴുവൻ എഡ്ജസും മുഴുവൻ വേർട്ടീസസും യൂസ് ചെയ്തില്ലെങ്കിലും ജിയിലുള്ള എഡ്ജസും വേർട്ടീസസും യൂസ് ചെയ്ത് വരച്ച ഗ്രാഫാണ് H1. സോ H1 ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. ഒരു എക്സാമ്പിളാണ്. H2 നോക്കാം. V5, V1, V2 3 വേർട്ടീസസ് യൂസ് ചെയ്തിട്ടുണ്ട്. E1, E6 2 എഡ്ജസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, H2 എന്ന് പറയുന്നതും ജിയുടെ സബ് ഗ്രാഫാണ്. അപ്പോൾ സബ് ഗ്രാഫ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്താണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. Two subgraphs are said to be edge disjoint if H1 and H2 do not have any edge in common. നമ്മളൊരു ഗ്രാഫിൻ്റെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ് ഗ്രാഫ് വരച്ചു. ഈ സബ് ഗ്രാഫ്സിന് കോമൺ ആയിട്ട് എഡ്ജസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ 2 സബ് ഗ്രാഫിനെയും വിളിക്കുന്ന പേരാണ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്നുള്ളത്. അതാണ് ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. ഈ ഗ്രാഫിൽ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സബ് ഗ്രാഫ് H1 എഡ്ജസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 11, 9, 2, 5 ആണ്. പക്ഷേ സെക്കൻഡ് സബ് ഗ്രാഫിൽ H2 ഈ ഗ്രാഫിന് പാരലൽ എഡ്ജസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 12, 8, 4, C ആണ്. അപ്പോൾ ഇത് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ആണ്. കാരണം സെയിം ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണെങ്കിലും ഇവർക്ക് കോമൺ ആയിട്ട് എഡ്ജസ് ഇല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്താണെന്നാണ്. 2 or more subgraphs are said to be vertex disjoint if they do not have any vertex in common. ഫസ്റ്റ് സബ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എയും ഡിയും ആണ് കേട്ടോ. അത് സെക്കൻഡ് ഗ്രാഫ് ബിയും സിയും വെർട്ടെക്സ് കോമൺ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് ആയിട്ടുള്ള സബ് ഗ്രാഫാണ്. പിന്നെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. വെർട്ടെക്സ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ളൊരു സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെർട്ടെക്സ് ഇല്ലെങ്കിൽ സെയിം എഡ്ജും പാസ് ചെയ്യില്ല. സോ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ആർ എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഓൾസോ. ഈ ഒരു കാര്യം കൂടിയാണ് നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുകയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫാണ്. അതിൽ ഓൾ വെർട്ടീസസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, ദാറ്റ് ഈസ് എ വെർട്ടെക്സ് ഈസ് കണക്റ്റഡ് ടു n-1 അതർ വെർട്ടീസസ്. എല്ലാ വെർട്ടെക്സും ബാക്കിയുള്ള എല്ലാ അതർ വെർട്ടീസസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ വരയ്ക്കുന്ന സിമ്പിൾ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന്. നമ്മൾ KN വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് വെർട്ടീസസ് ആണ്. K1 എന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ്, എഡ്ജ് ഇല്ല. K2 എന്ന് വെച്ചാൽ 2 വെർട്ടെക്സ് ഉണ്ടാകും, ഒരു എഡ്ജ് ഫോം ചെയ്തു. K3 3 വെർട്ടെക്സ് ഉണ്ട്, 3 വെർട്ടീസസും കണക്റ്റഡ് ടു ഈച്ച് എന്നതാണ്. ഓരോ വെർട്ടെക്സും ബാക്കി 2 വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആണ്. K4 വരച്ചു, 4 വെർട്ടീസസ്. 4 വെർട്ടീസസും പിന്നെ എന്താണ്, ബാക്കി എല്ലാ വെർട്ടീസസും തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ട് ഡയഗണൽ വരച്ചു. ശരിക്കും ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒരു വെർട്ടെക്സ് അല്ല കേട്ടോ. ഒരു 4 റെഗുലർ K4 ഉള്ളൊരു കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വെർട്ടെക്സ് ജോയിൻ ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഇപ്പോൾ ഒരു K5 എന്ന് വെച്ചാൽ 5 വെർട്ടീസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ്. അതിൻ്റെ എല്ലാ വെർട്ടെക്സും കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുക. അതാണ് K5ൻ്റെ ഫിഗറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതിൽ നോക്കുമ്പോൾ ഒരു വെർട്ടെക്സ് പോലും ബാക്കി എല്ലാ വെർട്ടീസസുമായിട്ടും കണക്ഷൻ ഇല്ലാത്തതില്ല. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫും സബ് ഗ്രാഫും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.